കെ.പി. ഉണ്ണികൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നു. മികച്ച പാർലമെൻറ്റേറിയൻ, ഭരണാധികാരി, മതനിരപേക്ഷതയുടെ ഉറച്ച കാവലാൾ എന്നീ നിലകളിൽ അദ്ദേഹം എക്കാലവും ഭൂമിയിൽ ഓർമ്മിക്കപ്പെടും. ദീർഘകാലം അദ്ദേഹം വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ തിളങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ പഠിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരുന്നു. ദേശീയ മുന്നണി സർക്കാർ ശ്രീ വി.പി. സിംഗ് നേതൃത്വം കൊടുത്ത സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അന്ന് വലിയ നിലയ്ക്കുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഘട്ടം. ഇപ്പോഴും അതിന് സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നും ഇന്നും ഇത്തരം യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ, ഇറാഖിലുൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും അതിൻ്റെ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പിൻ്റെ ചുമതല വളരെ ക്രിയാത്മകമായി നിർവഹിച്ച് ആ മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കാനും അവരുടെ കുടുംബങ്ങളെ സാന്ത്വനപ്പെടുത്തി ഇടപെടാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമുക്ക് ഒരു കാലത്തും മറക്കാനാകാത്തതാണ്. അദ്ദേഹം നേരിട്ട് അവിടെ പോയി ചർച്ചകൾ നടത്തി മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം ഓരോ മലയാളിക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആവേശം നൽകിയ സംഭവമായിരുന്നു. ഞാനൊക്കെ അന്ന് സ്കൂളും അതുപോലെ തന്നെ ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ദേശീയ മുന്നണി സർക്കാരിൻ്റെ ഭാഗമായി നടത്തിയ ഇടപെടൽ ഇന്നും ഞങ്ങളുടെ തലമുറയുള്ളവർ അത് ഓർക്കുന്നതാണ്. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃകയാണ് ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ. അന്ന് മലയാളികളാകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ മലയാളികൾക്ക് ഒരു ധൈര്യമായിരുന്നു ശ്രീ കെ.പി. ഉണ്ണികൃഷ്ണൻ. അപ്പോൾ പാർലമെൻറ്റേറിയൻ എന്നുള്ളത് പോലെ തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും അദ്ദേഹം മാതൃക തീർക്കുകയായിരുന്നു. മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ എന്നും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വടകരയിൽ അദ്ദേഹം നിരവധി തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ദീർഘകാലം വടകരയുടെ MP ആയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകരയിലെ മത്സരങ്ങളിൽ എല്ലാ കാലവും ഓർക്കുന്നൊരു മത്സരമാണ് 1991 വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിപ്പിച്ചത്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചായിരുന്നു. 4 വർഷം പൂർത്തീകരിച്ച് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശ്രീ E.K. നായനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ തയ്യാറാവുകയായിരുന്നു. പിന്നീട് നമുക്കറിയാം ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സംഭവം ഉൾപ്പെടെ അന്നുണ്ടായിട്ടുണ്ട്. അന്ന് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നപ്പോൾ ഇതേപോലെ കോലീബി വടകരയിലുള്ളതുപോലെ തന്നെ നിയമസഭ ബേപ്പൂരിലും ആ കോലീബി ഉണ്ടായിരുന്നു. അന്ന് ശ്രീ KG മാരാർ പിന്നീട് ആത്മകഥയിൽ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എഴുതിയതും ഞാനിവിടെ ഓർക്കുകയാണ്. അങ്ങനെ അന്ന് UDFനെ അധികാരത്തിലെത്തിക്കാൻ സാക്ഷരത നടപ്പിലാക്കി ലോകത്തിന് മാതൃകയായ ശ്രീ E.K. നായനാരുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു അവിശുദ്ധ സഖ്യം കേരളത്തിലുണ്ടായിരുന്നു.
നിയമസഭയിലും ലോക്സഭയിലും ഒരുമിച്ച് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ആ വിശുദ്ധ സഖ്യം പരസ്യമായി പുറത്തു വന്നത് ബേപ്പൂരും വടകരയായി. വടകരയിൽ ശ്രീ KP ഉണ്ണികൃഷ്ണനെതിരെ ഒരു പരസ്യമായി കോൺഗ്രസും ലീഗും BJP ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. പക്ഷേ അവിടെ ശ്രീ KP ഉണ്ണികൃഷ്ണൻ വിജയിക്കുകയായിരുന്നു. UDF-നോടൊപ്പം നിലകൊണ്ട മതനിരപേക്ഷ മനസ്സുകൾ ഉൾപ്പെടെ ശ്രീ KP ഉണ്ണികൃഷ്ണന് വോട്ട് ചെയ്യുകയായിരുന്നു. ഇവിടെ ബേപ്പൂർ ശ്രീ TK ഹംസക്കും വോട്ട് ചെയ്തു. അതും UDF-ൻ്റെ പരമ്പരാഗത വോട്ടർമാരാണ്. ഇപ്പോൾ കേരളം എന്നും മതനിരപേക്ഷ ചിന്താഗതിയിലാണ് മുന്നോട്ട് പോവുക. അവിശുദ്ധ സഖ്യങ്ങൾക്ക് കേരളത്തിൽ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ് എന്ന പ്രഖ്യാപനം പരസ്യമായി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ശ്രീ KP ഉണ്ണികൃഷ്ണൻ്റെ വടകരയിലെ തെരഞ്ഞെടുപ്പ് വിജയം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അദ്ദേഹം അടിയുറച്ചു നിലകൊണ്ടു എന്നുള്ളതിനായിരുന്നു ജനങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെയും പിന്തുണച്ചത്. ഇങ്ങനെ പാർലമെൻറ്റേറിയൻ, ഭരണാധികാരി, മതനിരപേക്ഷതയുടെ ഉറച്ച പ്രതിരോധ ഭടൻ എന്ന നിലയിൽ ശ്രീ KP ഉണ്ണികൃഷ്ണൻ എല്ലാ കാലത്തും സമൂഹത്തിൽ ഓർമ്മിക്കപ്പെടും എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനാവുക.